ഹലോ ഗായ്സ്, മാർച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സിനിമകളൊക്കെ ഭയങ്കര കുറവുള്ളൊരു മാസമായിരുന്നു മാർച്ച്. പക്ഷെ അതുപോലെയല്ല ഏപ്രിൽ കുറേ ഫിലിംസും ആനിമേസും വരുന്നുണ്ട്. അപ്പോൾ ഏപ്രിലിൽ വരുന്ന എല്ലാ ഫിലിമിൻ്റെ ആനിമേസിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നോക്കാം. ഇറങ്ങുന്ന ഇന്നത്തെ ഒരു ആനിമയാണ് ദി ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡ്. ഇതൊരു മാൻവേ ആയിരുന്നു. ഇതൊരു ആനിമയായിട്ട് വരുന്നുണ്ട്. സോളോ ലെവലിനെ പോലെ അടിപൊളിയാണ്. പിന്നെ ഏപ്രിൽ 3 ഇറങ്ങുന്ന ആഭ്യന്തര കുറ്റവാളിയാണ്. ഏപ്രിൽ 4 അഭിനയിക്കുന്ന ലവ്ലി എന്ന ചിത്രമാണ്. മലയാളത്തിൽ ഈച്ച എന്നൊക്കെ പറയാം. ഏപ്രിൽ 4 തന്നെ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുന്ന ഒരു ചിത്രമാണ്. ഏപ്രിൽ 10 ഏപ്രിൽ 10 കുറേ സിനിമ ഇറങ്ങുന്നുണ്ട്. മമ്മൂട്ടീൻ്റെ ബസൂക്ക, അതുപോലെ തന്നെ ആലപ്പുഴ ജിങ്കാന, അതുപോലെ തന്നെ ബേസിലിൻ്റെ മരണമാസം, അതുപോലെ തന്നെ തലയാജിത്തിൻ്റെ ഗുഡ് ബൈ ഡഗളി. ഇതെല്ലാം ക്ലാഷാണ്. പിന്നെ ഏപ്രിൽ 11 കൈജു നമ്പർ 8 വരുന്നുണ്ട്. അത് സീസൺ 2 ആയിട്ട് വരാൻ തന്നെയാണ് സാധ്യത. അതെല്ലാം കഴിഞ്ഞ് ഏപ്രിൽ 25 പ്രിൻസ് ആൻഡ് ദ ഫാമിലി വരുന്നുണ്ട്. ദിലീപ് ആൻഡ് ധ്യാന ശ്രീനിവാസൻ കോംബോ വരുന്നത്. അതേപോലെ ഏപ്രിൽ 25 പെറ്റ് ഡിറ്റക്റ്റീവ് ഉണ്ട്, ഷർഫുദ്ദീൻ അഭിനയിക്കുന്നത്. അത് ഉറപ്പായിട്ടില്ല, അതിപ്പോൾ ഏപ്രിൽ 25 എത്തുന്നാണ് പറഞ്ഞത്. ഏപ്രിൽ 25 നീസ 2 ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. പുറത്തുള്ള എല്ലാവരും ഗംഭീര അഭിപ്രായമാണ് പറഞ്ഞത്. ഇന്ത്യയിൽ 25 ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഏപ്രിൽ 10 ചിലപ്പോൾ ടോക്സിക് റിലീസ് ആവാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ 3 വിൻ ബ്രേക്കർ 3 ഇറങ്ങാൻ സാധ്യതയുണ്ട്. സോറി, ഇത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഗൈസ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടേക്ക് വീഡിയോ ഇടാൻ ഒരു ഉന്മേഷം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ദിസ് ഈസ് ബനാന ടോക്ക്. സീ യു സൂൺ.